നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ നക്ഷത്രങ്ങളെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞത് വളരെ സത്യമാണെന്ന് എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലായി. വളരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതായത് ചലച്ചിത്ര മേഖലയിൽ നടികൾ അനുഭവിക്കുന്ന, സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതികൾ വളരെ വ്യക്തമായി തന്നെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് വസ്ത്രം പോലും മാറാൻ റൂം പോലും കിട്ടുന്നില്ല എന്ന വെളിപ്പെടുത്തൽ, കുറ്റിക്കാടുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് വസ്ത്രം മാറേണ്ട അവസ്ഥ, മാത്രവുമല്ല നടികളുടെ റൂമിൽ, അതായത് മുറിക്ക് പുറത്തുനിന്ന് വാതിലിൽ മുട്ടി ശല്യപ്പെടുത്തുന്ന നടന്മാർ, അങ്ങനെ തുടങ്ങി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത്. എന്നാൽ ആര് ആരോട് ചെയ്തു എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിന് വ്യക്തമായ കാരണവും ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, അതായത് സ്വകാര്യത അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു രീതിയിൽ, അതായത് അത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നതെന്ന്. എന്നാൽ ആര് ആരോട് ചെയ്തു, എന്താണ് തെളിവ് എന്നതിനെക്കുറിച്ചുള്ള എല്ലാം തന്നെ ഹേമയുടെ കയ്യിലുണ്ട് താനും, സർക്കാരിൻ്റെ കയ്യിലുണ്ട് താനും. പക്ഷേ വളരെ വ്യക്തമായി തന്നെ ഹേമ അതിലൊരു കാര്യം പറയുന്നത്, അതായത് തുടക്കം ഇത്തരത്തിൽ ഈ നടികൾ അനുഭവിക്കുന്ന അനീതികളെക്കുറിച്ച് പഠിക്കാൻ പലരുടെ അടുത്തും ചെന്നപ്പോൾ അവരൊന്നും വളരെ അനുകൂലമായ ഒരു സമീപനമല്ല അവരുടെ ഭാഗത്തുണ്ടായത്. അവരൊക്കെ ഒരു പ്രതികൂലമായ രീതിയിലായിരുന്നു പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം, നിങ്ങളുടെ സ്വകാര്യത ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന ഉറപ്പ് നൽകിയപ്പോഴാണ് പലരും ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകളും നടത്തിയത്. അങ്ങനെ ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറായപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അമ്മ എന്ന് പറയുന്ന സംഘടന അത് പുറത്തു വിടണം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടതേയില്ല. കാരണം അമ്മ നേരത്തെ മുതൽ അതിനെ ഭയന്നിരുന്നു. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളും ഒരു പ്രതികരണവും ആദ്യഘട്ടത്തിൽ നടത്തുന്നില്ല. അങ്ങനെ രണ്ടാമത്തെ ദിവസം അമ്മ സംഘടനയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തുകയാണ്. സിദ്ദിഖ് ഉണ്ടായിരുന്നു, ജോമോൾ ഉണ്ടായിരുന്നു, അങ്ങനെ അമ്മയുടെ പ്രധാനപ്പെട്ട മോഹൻലാൽ ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് അമ്മയിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും തങ്ങൾക്കറിയില്ല എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. മാത്രമല്ല, എന്തുകൊണ്ട് നേരത്തെ പരാതി നൽകിയില്ല എന്ന രീതിയിലുമൊക്കെയുള്ള പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നുവെന്ന് കേട്ടു. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ഒരു വ്യത്യസ്തമായ പ്രതികരണമാണ് ജഗദീഷ് രേഖപ്പെടുത്തിയത്. അതായത് ഇരകൾക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രതികരണം ജഗദീഷ് രേഖപ്പെടുത്തിയപ്പോൾ സിദ്ദിഖൊക്കെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് രേഖപ്പെടുത്തിയത്. അങ്ങനെ ഒരു 2 ദിവസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും സിദ്ദിഖിനെതിരെ ബലാത്സംഗ ആരോപണം വരുന്നു, ലൈംഗിക ആരോപണം വരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കണ്ടത് നിരവധി ആളുകൾക്കെതിരെ ആരോപണങ്ങൾ, അതായത് ലൈംഗിക ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന പല അതിജീവിതകളെയുമാണ് നമ്മൾ കണ്ടത്. അതായത് ആദ്യം തന്നെ ലിജു കൃഷ്ണ എന്ന് പറയുന്ന പടവെട്ടിലെ സംവിധായകനെതിരെ ആദ്യം ആരോപണം വരുന്നു. തൊട്ടു പിന്നാലെ സിദ്ദിഖിനെതിരെ, പിന്നീട് രഞ്ജിത്തിനെതിരെ, മുകേഷിനെതിരെ, ജയസൂര്യക്കെതിരെ, മണിയും പിള്ള രാജുവിനെതിരെ, ഇടവേള ബാബുവിനെതിരെ, അങ്ങനെ നീണ്ടു പോകുന്നു ആ ലിസ്റ്റ്. അവസാനം നിവിൻ പോളിയിൽ എത്തി നിൽക്കുന്നു. ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അതിജീവിതകളുടെ പരാതിയിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കണ്ടെത്തട്ടെ. ഇവരൊക്കെ കുറ്റക്കാരാണോ എന്നുള്ള കാര്യം കൂടി എന്തായാലും അന്വേഷിച്ച് കണ്ടെത്തട്ടെ. പക്ഷേ സിദ്ദിഖ് ആരോപണം ഉയർന്നപ്പോൾ രാജിവെച്ച് അദ്ദേഹം ആ കസേര ഒഴിഞ്ഞു. തൊട്ടു പിന്നാലെ തന്നെ മോഹൻലാലും മമ്മൂട്ടിയും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങി. അങ്ങനെ ഗത്യന്തരമില്ലാതായപ്പോൾ മോഹൻലാൽ മാധ്യമങ്ങളുടെ മുമ്പിലെത്തി. മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷമാണ് അദ്ദേഹം മറ്റൊരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് മാധ്യമങ്ങളെ കാണുന്നത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടുള്ള മറുപടി നൽകാൻ മോഹൻലാലിന് കഴിഞ്ഞില്ല. മോഹൻലാലിൻ്റെ പ്രതികരണം തീർത്തും നിരാശാജനകമായിരുന്നു. മമ്മൂട്ടി ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകൾ എഴുതിയിട്ട്, അതായത് തങ്ങൾ ഇരയ്ക്കൊപ്പമാണെന്നും വേട്ടക്കാർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള രീതിയിലുള്ള ഒരു ഡയലോഗ് എഴുതിയിട്ട് അദ്ദേഹം അവിടെ അവസാനിപ്പിച്ചു. മാധ്യമങ്ങളെ കാണാൻ പോലും മമ്മൂട്ടി കൂട്ടാക്കിയില്ല എന്നതാണ് വസ്തുത. സുരേഷ് ഗോപി ആകട്ടെ മാധ്യമങ്ങളോട് കയർത്തുകൊണ്ടായിരുന്നു, പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാതെ മറ്റ് ചില ന്യായീകരണങ്ങൾ ഇറക്കി, അതായത് ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയെപ്പറ്റി ചോദിക്കണം എന്ന രീതിയിലുള്ള ഡയലോഗുകളൊക്കെ അടിച്ചായിരുന്നു സുരേഷ് ഗോപി രക്ഷപ്പെട്ടത്. ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് പുറത്തു നിൽക്കുന്ന WCC അംഗങ്ങളെ അമ്മയിൽ കയറ്റണമെന്നും അമ്മയുടെ തലപ്പത്ത് അഴിച്ചുപണികൾ വേണമെന്നും മാത്രവുമല്ല
ഈ വിഷയത്തിൽ അതായത് വേട്ടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമൊക്കെ അദ്ദേഹം തുറന്നടിച്ചു. മാത്രവുമല്ല എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, അതായത് എൻ്റെ സെറ്റിൽ ഇങ്ങനെയൊന്നും നടക്കുന്നില്ല, അങ്ങനെ എന്ന് വെച്ച് എനിക്ക് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഉത്തരവാദികളാണ് എന്ന രീതിയിൽ പ്രതികരിക്കാനും അദ്ദേഹം അവിടെ ശ്രമിച്ചു എന്നതും കയ്യടി അർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ടോവിനോ തോമസ് പ്രതികരിച്ചു. അതായത് ഇരയ്ക്കൊപ്പമാണ് എന്ന മട്ടിൽ തന്നെ പ്രതികരിച്ചു. ആസിഫ് അലി പ്രതികരിച്ചു. എന്നാൽ മറ്റു നടന്മാർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നത് വേറൊന്നുമല്ല. അതായത് ഉപ്പ് പോലും പഞ്ചസാരയായി തോന്നുമെന്ന് പറഞ്ഞത്, ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞത് വളരെ സത്യമാണെന്ന് തെളിഞ്ഞു. പല നടന്മാരും ഇതിനോടകം തന്നെ ഔട്ടായി. ജയസൂര്യയൊക്കെ ന്യൂയോർക്കിൽ നിന്ന് കേരളത്തിലേക്ക് കാല് കുത്തിയിട്ട് പോലുമില്ല. ഇനി ഈ പ്രതികരിക്കാതിരുന്ന നടന്മാരുടെയൊക്കെ കണ്ടകശനി ആരംഭിക്കലാണ്. മലയാള സിനിമ മൊത്തത്തിൽ കലങ്ങി മറഞ്ഞ് ഒന്ന് തെളിയും. അങ്ങനെ തെളിഞ്ഞു കഴിയുമ്പോൾ ടോവിനോ തോമസും പൃഥ്വിരാജും പാർവതി തിരുവോത്തുമൊക്കെ അതിൻ്റെ തലപ്പത്ത് വരും. നടന്മാരുടെ ഒരു വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ വലിയ തോതിൽ തന്നെ ഇവിടുത്തെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ വളരെ ആർജവത്തോടെ നിലപാട് അറിയിച്ചുകൊണ്ട്, ചങ്കത്ത് കൈ തൊട്ടുകൊണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച നടന്മാരെ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ജനങ്ങൾ. അവരുടെ സിനിമകൾ വിജയിച്ചു കയറും. അവരുടെ സിനിമകൾ കാണാൻ തിയേറ്ററിലേക്ക് ആള് ഇരമ്പും. പക്ഷേ മറ്റുള്ളവരുടെ കാര്യം കഷ്ടകാലമാണ് എന്ന് പറയാതെ വയ്യ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ദിലീപ് പോലും. ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആ വിഷയത്തിൽ ഒരു അവസാനം എത്തിയിട്ടില്ല. ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപിൻ്റെ സിനിമ കാണാൻ തിയേറ്ററിൽ ആളുണ്ടോ? ദിലീപ് എന്ന് പറയുന്ന നടനെ കാണുമ്പോൾ തന്നെ അറുപ്പും വെറുപ്പുമല്ലേ ഇപ്പോൾ മലയാള സിനിമ പ്രേക്ഷകർക്ക്. ഇത് തന്നെയാണ് മറ്റുള്ള നടന്മാരുടെ കാര്യത്തിലും ഇനി സംഭവിക്കാൻ പോകുന്നത്. മലയാള സിനിമയുടെ ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞോ എന്ന് ചോദിച്ചാൽ കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ പിടിച്ചു നിർത്താൻ ഒരു പൃഥ്വിരാജും ഒരു ടോവിനോയും ഒരു ആസിഫ് അലിയും ഒക്കെ ഇവിടെ ഉണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ള നടന്മാരുടെ കാര്യം പരിതാപകരമാണ്. സ്വന്തം ആരാധകർ പോലും കൈവിട്ട സാഹചര്യമാണ്. ഇതിന് ഇടയ്ക്ക് മറ്റൊരു സംഭവവികാസം കൂടി നടന്നു. അതായത് WCCയെ തകർക്കാൻ ചില ഫാൻസുകളുടെ ശ്രമം. അതെങ്ങനെയായിരുന്നു? അതായത് സുചിത്ര എന്ന് പറയുന്ന ഒരു ഗായിക, ആ ഗായിക ഒരു യൂട്യൂബ് ചാനലിൽ നടത്തിയ ചെറിയൊരു ക്ലിപ്പ്, അതായത് റിമ കല്ലിങ്കലിനും ആഷിഖ് അബുവിനും എതിരെ അവർ ലഹരി പാർട്ടി നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഇവർ ലഹരി മാഫിയയുടെ ആൾക്കാരാണ്, പല പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചേക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ രീതിയിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ സുചിത്ര. ആ സുചിത്ര ആ പറയുന്ന ഭാഗത്തിൻ്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് WCCനെ തകർക്കാൻ വേണ്ടി അത് പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ചില മാധ്യമങ്ങളൊക്കെ അതിൽ വിശ്വസിച്ച് അത് വാർത്തയാക്കുകയും ചെയ്തു. മിനിറ്റുകൾക്കകം അതവർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതെന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്ന് പലരും തന്നെ ആലോചിക്കുന്നുണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, അതൊരു 30 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ സുചിത്ര എന്ന് പറയുന്ന ഈ ഗായിക പറയുന്നുണ്ട്, അതായത് ഇത് സത്യമാണോ അല്ലയോ എന്നറിയില്ല, ഞാനിത് എവിടെയോ കേട്ടതാണ് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, അവർ മമ്മൂട്ടിക്കെതിരെയും മോഹൻലാലിനെതിരെയും പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ ഫഹദ് ഫാസിലിനെതിരെയും അങ്ങനെ നിരവധി ആളുകൾക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ടീമുകളാണ്. മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നിട്ട് യുവതാരങ്ങൾ ഒതുക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയത്, പിണറായി വിജയനെ കൊണ്ട് ഉണ്ടാക്കിയത് എന്നുവരെ പറഞ്ഞിട്ടുള്ള സ്ത്രീയാണ്. അവരെ മദ്രാസ് ഹൈക്കോടതി പോലും ഒരു കഴമ്പില്ലാതെ പ്രതികരിക്കുന്ന സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അവരുടെ ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് അവർ. WCCയെ തകർക്കുക എന്ന ലക്ഷ്യമാണ്. പക്ഷേ വളരെ ധീരതയോടെ റിമ കല്ലിങ്കൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വാസ്തവം പറയുക മാത്രമല്ല, അത്തരം ആരോപണം ഉയർത്തിയവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുകയും നിയമപരമായി സുചിത്രയെ നേരിടാനും തീരുമാനിച്ച ആ ഒരു പ്രവൃത്തിക്ക് വലിയൊരു കയ്യടി കൊടുക്കാതെ വയ്യ. കാരണം WCCയെ തകർക്കാൻ വേണ്ടി ഒരു ഒന്നൊന്നര നീക്ക് ചില ആളുകൾ, മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ചില ആളുകൾ, പുരുഷാധിപത്യത്തിൻ്റെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന ചില ആളുകളായിരിക്കാം, അവർ ശ്രമം നടത്തിയപ്പോൾ അതിനെ എത്ര ഭംഗിയായിട്ടാണ് WCC അംഗം കൂടിയായ റിമ കല്ലിങ്കൽ പ്രതിരോധിച്ചത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നിയമ പോരാട്ടമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന, അതായത് ഈ പല ആളുകളും വെളിപ്പെടുത്തിയിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വേട്ടക്കാർ ആരൊക്കെയാണ് എന്ന ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ആ വേട്ടക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. സർക്കാർ അവർക്കെതിരെ ഏത് രീതിയിൽ നടപടി സ്വീകരിക്കാം എന്നതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേമ കൊടുത്തിരിക്കുന്ന ഉറപ്പുണ്ട്, ആ ഉറപ്പ് ലംഘിക്കാൻ കഴിയില്ല. പക്ഷേ ആ ഉറപ്പ് നിലനിൽക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്കെതിരെ എങ്ങനെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു നിഗമനത്തിൽ സർക്കാർ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നീട് എല്ലാ വേട്ടക്കാരെയും പൂട്ടുന്ന സാഹചര്യവും നമ്മൾ കാണുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ മറ്റുള്ള ഇൻഡസ്ട്രിയിലും ഇതേ മോഡലിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കണമെന്ന ആവശ്യങ്ങൾ അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ മുമ്പിലേക്ക് അവിടുത്തെ സ്ത്രീകൾ ആവശ്യമായി ഉന്നയിക്കുകയാണ്. എന്തായാലും തമിഴ്നാട്ടിലും ഈ മോഡലിൽ ഉടനെ തന്നെ ഒരു റിപ്പോർട്ട് ഒരുങ്ങുമെന്ന വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നു. എന്തായാലും ഈ ഓണക്കാലത്ത് നിരവധി മലയാള സിനിമകൾ എത്തുന്നുണ്ടെങ്കിലും യുവതാരങ്ങളുടെ സിനിമകൾ, ഇത്തരത്തിൽ നിലപാട് പറഞ്ഞ ആളുകളുടെ സിനിമകൾക്ക് കൂടുതൽ ആളുകൾ കയറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.